നാട്ടിലും മറുനാട്ടിലുമായി ഈ വാരം ട്രെൻഡിംഗ് ആയ ഒരു പിടി വിശേഷങ്ങളുമായി 24news.com അവതരിപ്പിക്കുന്ന ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയ്ക്ക് ഇനി പുതിയൊരു ടൈറ്റിൽ കൂടി. അതെ, മന്ത്രിയുടെ ഭർത്താവ്. ഗുജറാത്തിലെ BJP സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ ചുമതലയേറ്റ റിവാവ ജഡേജയെ കുറിച്ച് നീതു എസ് രമേശൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ത്യൻ ക്രിക്കറ്റിലെയും IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും സൂപ്പർ താരം രവീന്ദ്ര ജഡേജ ഇനി മുതൽ ക്രിക്കറ്റർ എന്നത് മാത്രമല്ല ജഡേജയുടെ വിലാസം, മന്ത്രിയുടെ ഭർത്താവ് എന്നത് കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിവാബ ജഡേജ ഗുജറാത്ത് മന്ത്രിസഭയിൽ അംഗമായത്. ഗുജറാത്തിൽ മന്ത്രിസഭ പുനഃസംഘടന നടത്തിയപ്പോൾ വനിതാ നേതാക്കളിൽ പ്രമുഖയായ റിവാബയെയും ഉൾപ്പെടുത്തി. വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയാണ് റിവാബയ്ക്ക്. രാജ്കോട്ടിലെ രാജകീയ പാരമ്പര്യമുള്ള രജപുത്ര കുടുംബത്തിലാണ് റിവാബയുടെ ജനനം. രാഷ്ട്രീയപരമായി കോൺഗ്രസിനോട് അടുത്തു നിൽക്കുന്ന കുടുംബം. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഹരിസിംഗ് സോളങ്കി റിവാബയുടെ അമ്മാവനാണ്. രാജ്കോട്ടിലെ ആത്മീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം ആ മേഖലയിൽ ജോലി ചെയ്യാനായിരുന്നു റിവാബയ്ക്ക് താല്പര്യം. എന്നാൽ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. രാജ്കോട്ടിൽ കർണിസേന അംഗമായിട്ടായിരുന്നു തുടക്കം. 2018-ൽ സഞ്ജയ് ലീല ബൻസാലിയുടെ പത്മാവത് സിനിമയ്ക്കെതിരെ രജ്പുത് സംഘടനകൾ പ്രതിഷേധിച്ചപ്പോൾ മുൻനിരയിൽ റിവാബയും ഉണ്ടായിരുന്നു. അതേ വർഷം കർണിസേനയുടെ വനിതാ വിങ്ങിന്റെ പ്രസിഡന്റായി. തൊട്ടടുത്ത വർഷം BJP-യിലും അംഗത്വം. 2022-ൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജാംനഗർ നോർത്തിൽ നിന്ന് മത്സരിച്ച് 50,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് MLA-യുമായി. രവീന്ദ്ര ജഡേജയുടെ ഭാര്യ എന്നതിൽ നിന്ന് മാറി സ്വന്തമായൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാനും അവർക്ക് കഴിഞ്ഞു. ജാംനഗറിൽ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകി. സ്ത്രീകൾക്കായി ശ്രീ മാതൃശക്തി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന തുടങ്ങി. മകളുടെ 5ാം പിറന്നാൾ വ്യത്യസ്തമായ രീതിയിലാണ് അവർ ആഘോഷിച്ചത്. ജാംനഗറിലെ പോസ്റ്റ് ഓഫീസിൽ 101 സുകന്യ സമൃദ്ധി അക്കൗണ്ടുകൾ തുറന്നുകൊണ്ടായിരുന്നു ആഘോഷം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കായാണ് ഇത് തുടങ്ങിയത്. ഓരോ അക്കൗണ്ടിലുമായി 11,000 രൂപ വീതം നിക്ഷേപിച്ചു. ഇതിന് റിവാബയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ പ്രശംസിക്കുകയും ചെയ്തു. 2027-ലെ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് BJP ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഗുജറാത്തിൽ. അതിന്റെ ഭാഗമായാണ് യുവനിരയിലെ പ്രമുഖയായ റിവാബയെ മന്ത്രിസഭയിൽ അംഗമാക്കുന്നത്. റിവാബ ചുമതലയേൽക്കുന്ന ചടങ്ങിലേക്ക് രവീന്ദ്ര ജഡേജയും മകളും എത്തിയിരുന്നു. പൂജയും ആചാരപരമായ ചടങ്ങുകളോടെയും കൂടിയായിരുന്നു ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. പല വിവാദങ്ങൾ കൊണ്ടും ഇവർ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് കുടുംബ പ്രശ്നം തന്നെയാണ്. റിവാബയ്ക്കെതിരെ ജഡേജയുടെ പിതാവും സഹോദരിയും രംഗത്തെത്തിയിരുന്നു. റിവാബ കുടുംബത്തിൽ വിള്ളലുണ്ടാക്കിയെന്നും സ്വത്തുക്കൾ തട്ടിയെടുത്തെന്നും ജഡേജയുടെ പിതാവ് അനിരുദ്ധ് ആരോപിച്ചു. ഒരേ നഗരത്തിൽ താമസിച്ചിട്ടും പരസ്പരം കാണാറില്ലെന്നും പേരക്കുട്ടിയുടെ മുഖം പോലും കാണിച്ചിട്ടില്ലെന്നും ആരോപിച്ച് അദ്ദേഹം രംഗത്തെത്തിയെങ്കിലും രവീന്ദ്ര ജഡേജ ഇത് തള്ളി. റിവാബയുടെ പ്രതിച്ഛായ മോശമാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇതെന്ന് ആരോപിച്ചാണ് രവീന്ദ്ര ജഡേജ പിതാവിന്റെ വാക്കുകൾ തള്ളിയത്. ഗുജറാത്തിലെ ഏറ്റവും സമ്പന്നയായ MLA കൂടിയാണ് റിവാബ. 2022-ൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമർപ്പിച്ച കണക്കുകൾ പ്രകാരം 100 കോടിയാണ് ഇവരുടെ ആസ്തി. ഇതിൽ രവീന്ദ്ര ജഡേജയുടെ സമ്പത്തും ഉൾപ്പെടും. എന്തായാലും പുതിയ ഇന്നിംഗ്സിലേക്ക് കടക്കുകയാണ് റിവാബ ഇപ്പോൾ. വിദ്യാഭ്യാസ മേഖലയിൽ റിവാബയുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് ആരാധകരും പാർട്ടിക്കാരും. സഞ്ചാരികളുടെ മാത്രമല്ല മോഷ്ടാക്കളുടെയും പ്രിയപ്പെട്ട മ്യൂസിയമാണ് പാരീസിലെ ലൂവ്ർ. ഡാവിഞ്ചിയുടെ മാസ്റ്റർ പീസായ മൊണാലിസയെ മോഷ്ടിച്ചതുൾപ്പെടെ കവർച്ചയുടെ വലിയ ചരിത്രമുള്ള മ്യൂസിയമാണിത്. രാജഭരണകാലത്തെ അമൂല്യ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയത്തെ കുറിച്ച് പ്രജിത ബാലചന്ദ്രൻ പറയും. പാരീസ് നഗരത്തിലെ വിഖ്യാത കലാ മ്യൂസിയം. ഫ്രഞ്ച് രാജാക്കന്മാരുടെ മുൻ കൊട്ടാരമാണ് ലൂവ്ർ മ്യൂസിയം. ഫ്രഞ്ച് വിപ്ലവത്തിനു ശേഷം 1793-ലാണ് ഇത് മ്യൂസിയമായത്. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ശേഖരങ്ങളായിരുന്നു ആദ്യകാലത്ത് പ്രധാന ആകർഷണം. സെയിൻ നദിക്ക് അഭിമുഖമായി ലൂയി 14 രാജാവിന്റെ വാഴ്ചക്കാലത്ത് പണി പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ ഇടം. 10-ലധികം ഫുട്ബോൾ ഗ്രൗണ്ടുകളെക്കാൾ വലുതായ ഏകദേശം 6,50,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഈ മ്യൂസിയം ഉള്ളത്. 12-ാം നൂറ്റാണ്ടിലെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും മ്യൂസിയത്തിന്റെ ഭാഗമാണ്. മ്യൂസിയത്തിന്റെ പ്രധാന ആകർഷങ്ങളിൽ ഒന്നാണ്
മധ്യഭാഗത്തുള്ള വലിയ ഗ്ലാസ് പിരമിഡ്. ഫ്രഞ്ച് തലസ്ഥാന നഗരിയുടെ വിഖ്യാത മുഖമുദ്രകളിലൊന്നായ ലൂവ്ർ മ്യൂസിയത്തിൽ നിന്ന് പട്ടാപ്പകൽ വെറും 7 മിനിറ്റുകൾക്കുള്ളിലാണ് അമൂല്യരത്നങ്ങൾ പതിപ്പിച്ച നെപ്പോളിയൻ മൂന്നാമന്റെ ഭാര്യയുടെ കിരീടവും ആഭരണങ്ങളും കളവുപോയത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം. പാരീസ് ലൂവ്ർ മ്യൂസിയത്തിൽ നടന്ന മോഷണത്തെക്കുറിച്ചുള്ള വാർത്തകൾ വായിച്ച് ഒരു ത്രില്ലർ സിനിമ കണ്ട പ്രതീതിയിലാണ് പലരും. ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഡാവിഞ്ചിയുടെ ലോക പ്രശസ്തമായ മൊണാലിസ അടക്കമുള്ള അമൂല്യ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയത്തിൽ മോഷണം നടത്തണമെങ്കിൽ ബൈക്കിലെത്തിയ ആ 4 കള്ളന്മാർ എത്രത്തോളം ഈ പദ്ധതിയെക്കുറിച്ച് ആസൂത്രണം ചെയ്തിരിക്കും. പാരീസ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് വെറും 800 മീറ്റർ അകലെയാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മ്യൂസിയത്തിന്റെ തെക്കുകിഴക്കൻ ഭാഗത്ത് അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടയിൽ നിർത്തിയിട്ട ട്രക്കിൽ ഘടിപ്പിച്ച യന്ത്രക്കോവണികൾക്കിടയിലൂടെ ബാൽക്കണിയിലേക്ക് കടന്ന് അവിടുത്തെ ജനാല തകർത്താണ് നെപ്പോളിയൻ ചക്രവർത്തിയുടെയും പത്നിയുടെയും ഉൾപ്പെടെ ചരിത്രപ്രസിദ്ധവും അമൂല്യവുമായ ഫ്രഞ്ച് രാജകീയ രത്നങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള അപ്പോളോ ഗാലറിയുടെ അകത്തേക്ക് മോഷ്ടാക്കൾ കയറിപ്പറ്റിയത്. മോഷ്ടാക്കൾ കൊണ്ടുപോയ ഈ ആഭരണത്തിന് ഏറെ പ്രത്യേകതകളാണ് ഉള്ളത്. 19-ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ ഈ കിരീടം സ്വർണത്തിൽ കൊത്തിയ പരുന്തു രൂപങ്ങളുള്ളതാണ്. ഈ കിരീടത്തിൽ മാത്രം 1354 വജ്രങ്ങളും 56 മരതക കല്ലുകളുമാണ് പതിച്ചിട്ടുള്ളത്. പുരാതന വസ്തുക്കൾ, ശില്പങ്ങൾ, പെയിന്റിങ്ങുകൾ എന്നിവയുൾപ്പെടെ 33,000-ത്തിലധികം പുരാവസ്തുക്കൾ ഇവിടെയുണ്ട്. എന്നാൽ ലൂവ്റിലെ അമൂല്യ വസ്തുക്കളിൽ മോഷ്ടാക്കൾ കണ്ണുവെക്കുന്നത് ഇതാദ്യമല്ല. 1911 സാക്ഷാൽ മൊണാലിസയെ ഇവിടെ നിന്ന് കോട്ടിനുള്ളിലിട്ട് കട്ടുകൊണ്ടുപോയത് മ്യൂസിയത്തിലെ തന്നെ ജീവനക്കാരനായിരുന്നു. മാസങ്ങൾക്കു ശേഷം ഇറ്റലിയിലെ ഫ്ലോറൻസിൽ നിന്ന് ഇയാളെ പിടികൂടുകയും ചെയ്തിരുന്നു. അതിൽ പിന്നെ വെടിയേൽക്കാത്ത ചില്ലുകൂട്ടിലാണ് മൊണാലിസയുടെ സ്ഥാനം. മൊണാലിസ മാത്രമല്ല, 1983 നവോത്ഥാന കാലത്തെ 2 പടച്ചട്ടകൾ കൂടിയും ലൂവ്റിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്. പിന്നീടത് 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കണ്ടെത്തിയത്. മ്യൂസിയത്തിലെ സുരക്ഷാ വീഴ്ചകളിലേക്കാണ് വീണ്ടും ചർച്ചകൾ എത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. തമിഴ് സിനിമയിൽ ഒരു തമിഴ് സ്ത്രീയെ കാണണമെങ്കിൽ മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയാണോ നിലവിൽ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് അമൽ ശശികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തമിഴ് സിനിമയ്ക്ക് തമിഴ് സ്ത്രീകളോട് എന്താണ് ഇത്ര വിരോധം? കൊട്ടുക്കാളി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് സംവിധായകൻ മിഷ്കിൻ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. തമിഴ്നാട്ടിൽ നല്ല സിനിമ ചെയ്യാനായി വിളിച്ചാൽ ഒരു സ്ത്രീയെയും കിട്ടുന്നില്ല. അവർക്ക് 3-4 ഡാൻസ് വേണം. അതുകൊണ്ട് ഇവിടുന്ന് ബസ് പിടിച്ചു പോയി കേരളത്തിൽ നിന്ന് അന്നാബിന്നിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കേണ്ടി വന്നു. തുടരി എന്ന സിനിമയിൽ മലയാളിയായ വില്ലനോട് ധനുഷിന്റെ ഒരു ഡയലോഗുണ്ട്: രേവതി മുതൽ ലക്ഷ്മി മേനോൻ വരെയുള്ള നായികമാർക്ക് ഞങ്ങൾ തമിഴർ അവസരം കൊടുത്തു. അത് ഞങ്ങളുടെ തമിഴ് സ്ത്രീകൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, അവർക്കിതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. എന്താ അല്ലേ? ഒരാൾ പറയുന്നു അവർക്ക് നല്ല സിനിമ ചെയ്യാൻ താല്പര്യമില്ലെന്ന്, മറ്റൊരാൾ പറയുന്നു അവർക്ക് സിനിമയെ താല്പര്യമില്ലെന്ന്. ശരിക്കും താല്പര്യമില്ലാത്തത് കൊണ്ടാണോ, അതോ താല്പര്യപ്പെട്ടിട്ടും കാര്യമില്ല എന്ന് അവർക്ക് തന്നെ തോന്നിയിട്ടാണോ എന്നതാണ് ചോദ്യം. മറ്റെല്ലാ ഇൻഡസ്ട്രിയേക്കാളും തമിഴ് സിനിമ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നായകനാകാൻ വ്യവസ്ഥാപിതമായ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് യോജിക്കാത്തവർക്കും സാധിക്കും. ഏതായാലും ഈ വിശാല മനസ്കത സ്വന്തം സ്ത്രീകളോട് അവർ കാണിക്കാറില്ല എന്ന് മാത്രമല്ല, തനത് ദ്രാവിഡ രൂപം പോയിട്ട് ഒരു മുഴുവൻ തമിഴ്ക്കാരിയെ പോലും വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കൂ എന്നതാണ് സത്യം. ഒന്നുകിൽ രേവതി, ഉർവശി, അംബിക, നയൻതാര, അസിൻ ഒക്കെ പോലെ മലയാളി നടിമാർ, അല്ലെങ്കിൽ അനുഷ്ക, ശ്രീവിദ്യ, രമ്യ കൃഷ്ണൻ ഒക്കെ പോലെ തെലുങ്ക് നടിമാർ. അങ്ങേയറ്റം പോയാൽ പകുതി തമിഴ് പകുതി മല്ലുവായ തൃഷ, സമന്ത, കീർത്തി സുരേഷ്, അങ്ങനെയുള്ള കുറച്ചു പേർ. തമിഴ് സമൂഹത്തിലെ ജാതി വ്യവസ്ഥയെപ്പറ്റിയും പുരുഷാധിപത്യത്തെപ്പറ്റി വരെ ശക്തമായ സിനിമകൾ എടുക്കുന്ന സോകോൾഡ് സോഷ്യൽ ഇൻജസ്റ്റിസ് സംവിധായകർ പോലും തങ്ങളുടെ റിയലിസ്റ്റിക് സിനിമകളിൽ കേരളത്തിൽ നിന്നും ഹിന്ദിയിൽ നിന്നുമെല്ലാം നായികമാരെ കൊണ്ടുവന്ന് മുഖത്ത് കരി തേച്ച് ടാനാക്കി അഭിനയിപ്പിക്കുന്നത് തീർത്തും ഡബിൾ സ്റ്റാൻഡേർഡ് അല്ല എന്നതാണ് ഉയരുന്ന ചോദ്യം. മാരി സെൽവരാജിന്റെ സിനിമകളിലൊന്നും തന്നെ ഒരു തമിഴ് നായികയില്ല. മലയാളം, തെലുങ്ക് നടിമാരെ ടാനാക്കുകയാണ് പതിവ്. ഒരു വേദിയിൽ രാധിക ശരത് കുമാർ പറഞ്ഞത് സിനിമയിൽ തമിഴ് സ്ത്രീകളെ ആരും ആഘോഷിക്കാറില്ല. നടി മോഹിനി പറയുന്നത് തമിഴ് സിനിമയ്ക്ക് ഒരു ശാപമുണ്ട്, ഒരു തമിഴ് സ്ത്രീക്ക് തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടില്ല. മിഷ്കിന്റെ വാക്കുകളെപ്പറ്റി മുല്ലേ അരസി എന്ന നടി പറഞ്ഞത് തമിഴ് നടിമാരില്ലാത്തത് കൊണ്ടല്ല, വിളിക്കാത്തത് കൊണ്ടാണെന്നാണ്. പലരും തമാശയായി പറയാറുണ്ട്, തമിഴ് സിനിമയിൽ ഒരു തമിഴത്തിയെ കാണണമെങ്കിൽ നായികയുടെ പിറകിൽ ഡാൻസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ഡാൻസറെ നോക്കണമെന്ന്. എന്നാൽ നായികമാർക്ക് പിറകിൽ നിൽക്കാൻ ഇപ്പോൾ വെള്ളക്കാരികളെയാണ് ഭാരതീയ വേഷത്തിൽ ഒരുക്കി നിർത്താറ്. അതൊരു വെറൈറ്റിക്ക് വേണ്ടി മാത്രമാണെന്ന് തോന്നിയെങ്കിൽ തെറ്റി. നായകന് പിറകിൽ നിൽക്കുന്ന നർത്തകർ തമിഴ് യുവാക്കളാകും. തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഡാൻസർമാരായ സ്ത്രീകൾക്കും തൊഴിലില്ലാത്ത അവസ്ഥ. പ്രദീപ് രംഗനാഥൻ ചിത്രങ്ങളിലും ഈ പ്രശ്നമുണ്ടെന്ന് ഒരാൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിന്റെയും സംവിധായകന്റെയും മറുപടി എല്ലാവരും ഇന്ത്യക്കാരല്ലേ എന്നതായിരുന്നു.
തമിഴ് യുവതികളെ നായികമാരാക്കാൻ ബ്രിട്ടീഷ് സീരീസുകൾ പോലും തയ്യാറായ ഈ കാലത്ത് ബ്രിട്ടനിൽ നിന്നും മദാമയെ കൊണ്ടുവന്ന് ചായം പൂശി അഭിനയിപ്പിക്കുന്നു. എന്തിന് അങ്ങ് യുക്രൈനിൽ നിന്ന് വരെ വരുന്നു നായികമാർ തമിഴിലേക്ക്. അതിനെയൊക്കെ സിനിമയ്ക്ക് ഭാഷയില്ല, കഥാപാത്രത്തിന് യോജിച്ചവരെയാണ് എടുക്കുന്നത്, അതുപോലെയുള്ള സ്ഥിരം പല്ലവി വെച്ച് ന്യായീകരിക്കരുത്. വന്താരെ വാഴവയ്ക്കും തമിഴ്നാട് അഥവാ അതിഥികൾക്ക് ജീവിതം കൊടുക്കുന്ന തമിഴ്നാട്, ആ ജീവിതം തമിഴ് സ്ത്രീകൾക്ക് എപ്പോൾ കൊടുക്കും? 6 അണ്ടർ-20 ലോക കിരീടങ്ങൾ സ്വന്തമാക്കിയ അർജന്റീനയെ മുട്ടുകുത്തിച്ച മൊറോക്കൻ ജൻസിപ്പടയുടെ അട്ടിമറി വിജയത്തിന്റെ കഥ മെറിൻ കെ ബിജു പറയും. 2026 ഫിഫ വേൾഡ് കപ്പിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ച് ആഫ്രിക്കയിലെ കുഞ്ഞൻ രാജ്യമായ കേപ്പ് വേർഡി, ഏഷ്യയിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനും ജോർദാനും തങ്ങളുടെ ആദ്യ ലോകകപ്പ് മത്സരങ്ങൾക്ക് ബൂട്ട് കെട്ടാനും ഒരുങ്ങുന്നു. അങ്ങനെ ഫുട്ബോൾ ലോകത്തെ അട്ടിമറികളുടെയും അപ്രതീക്ഷിത വിജയങ്ങളുടെയും പട്ടികയിലേക്ക് കയറിയിരിക്കുകയാണ് ഫിഫ അണ്ടർ-20 ലോകകപ്പ് ഫൈനലും. 6 തവണ അണ്ടർ-20 ലോക കിരീടം ഉയർത്തിയ അർജന്റീന, കന്നിക്കിരീടം സ്വപ്നം കണ്ട് കളത്തിലിറങ്ങിയ മൊറോക്കോ, ഈ കിരീടവും തങ്ങൾക്കു തന്നെ എന്ന് ഉറപ്പിച്ച പോലെ കളത്തിലിറങ്ങിയ അർജന്റീൻ യുവനിരയ്ക്ക് ആഫ്രിക്കൻ ഫുട്ബോളിലെ പുത്തൻ പവർ ഹൗസായ മൊറോക്കോയുടെ തന്ത്രപരമായ നീക്കങ്ങളിൽ അടിപതറി. കളിയുടെ 12-ാം മിനിറ്റ് അർജന്റീനയുടെ ഗോൾ കീപ്പറായ സാന്റിനോ ബാർബിയുടെ ഫൗൾ, മൊറോക്കോയ്ക്ക് ഫ്രീ കിക്ക്. പ്രതിരോധ മതിലിന് മുകളിലൂടെ മൊറോക്കോയുടെ യാസിർ സാബിരിയുടെ സുന്ദര കിക്ക് നേരെ വലയിലേക്ക്. അങ്ങനെ അർജന്റീനയ്ക്കെതിരെ മൊറോക്കോയ്ക്ക് മത്സരത്തിലെ ആദ്യ ഗോൾ. മത്സരം അധികം നീണ്ടില്ല. 29-ാം മിനിറ്റിൽ ഓത്മൻ മാമ തൊടുത്ത ക്രോസ് സാബിരിയിലൂടെ വീണ്ടും വലയിലേക്ക്. അവസരങ്ങളും തകർപ്പൻ സേവുകളും കൊണ്ട് നീണ്ട മത്സരത്തിൽ അങ്ങനെ എതിരില്ലാത്ത 2 ഗോളിന്റെ വിജയവും ഒപ്പം ആ ലോക കിരീടവും മൊറോക്കോ സ്വന്തമാക്കി. മൊറോക്കോ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. ഒന്ന് പിന്നിലേക്ക് നോക്കിയാൽ, അതായത് 2022 ഖത്തർ ലോകകപ്പ് തന്നെ ലക്ഷ്യമിട്ട് കളത്തിലിറങ്ങിയ റൊണാൾഡോയെയും സംഘത്തെയും കണ്ണീരിലാഴ്ത്തിയായിരുന്നു അന്ന് മൊറോക്കോ അവരുടെ ലോകകപ്പ് കുതിപ്പ് തുടർന്നത്. അന്ന് ക്വാർട്ടർ ഫൈനലിൽ ഏകപക്ഷീയമായ 1 ഗോളിനായിരുന്നു പോർച്ചുഗലിനെ തകർത്ത് ചരിത്ര സെമി ഫൈനൽ പ്രവേശം നേടിയത്. ലോക ഫുട്ബോളിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ മൊറോക്കോയുടെ ഇളമുറക്കാർ നേടിയ ഈ ലോക വിജയം അഷ്റഫ് ഹക്കീമിയും ഹക്കീം സിയക്കും ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ഒത്ത പിൻഗാമികളുണ്ടെന്ന് അടിവരയിടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച ഇനി അടുത്ത ബുധനാഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം പ്രജിത ബാലചന്ദ്രൻ ആൻഡ് കീപ് വാച്ചിങ് 24.